ഹായ് ഓൾ, iPlus ട്രെയിനിങ് സൊല്യൂഷൻസിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ ജൂനിയർ കെമിസ്ട്രി എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ ഡിസ്കഷനാണ് കണ്ടിന്യൂ ചെയ്യുന്നത്. ഇന്നത്തെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് ആൻ ആൽക്കലോയിഡ്? ഇവിടെ 4 നാച്ചുറൽ പ്രൊഡക്ട്സുകളുടെ കാറ്റഗറിയിൽ വരുന്ന ഡിഫറെൻറ്റ് കാറ്റഗറീസിൽ വരുന്ന 4 എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട്. ഇതിൽ ആൽക്കലോയിഡ്സ് ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. റിസർപ്പിനാണോ, ക്വാർസിറ്റിൻ ആണോ, ഐസോ ബോർണിയോൾ ആണോ, ട്രിപ്റ്റോഫാൻ ആണോ? ഓക്കെ, അപ്പോൾ ഇതിലേതാണ് ആൽക്കലോയിഡ്സിൻ്റെ കാറ്റഗറിയിൽ വരുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പം ആൽക്കലോയിഡ്സ് ആർ നാച്ചുറലി ഒക്വറിങ് ഓർഗാനിക് കോമ്പൗണ്ട്സ് കണ്ടെയ്നിങ് നൈട്രജൻ മോയിറ്റി ആൻഡ് ആർ യൂഷ്വലി ഹെറ്ററോസൈക്ലിക് ഇൻ നേച്ചർ. അപ്പോൾ ആൽക്കലോയിഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ നാച്ചുറൽ പ്രോഡക്ട്സിൻ്റെ കാറ്റഗറിയിൽ ഉൾപ്പെടുന്ന ഒന്നാണ് ആൽക്കലോയിഡ്സ് എന്ന് പറയുന്നത്. ദെൻ ആൽക്കലോയിഡ്സിൻ്റെ ഒരു പ്രത്യേക സവിശേഷത എന്താണ്? ആൽക്കലോയിഡ്സ് ഹാവിങ് ദ നൈട്രജൻ മോയിറ്റി, ഒരു നൈട്രജൻ മോയിറ്റി പ്രസൻ്റ് ആയിട്ട് ഉണ്ടായിരിക്കും. അതിപ്പോൾ നൈട്രജൻ മോയിറ്റി എന്ന് പറയുമ്പോൾ ഒരു പിരിഡീൻ റിംഗ് ആയിരിക്കും, പൈറോൾ റിംഗ് ആയിരിക്കാം, പൈറോൾഡീൻ റിംഗ് ആയിരിക്കാം, പിപ്പിരിഡീൻ റിംഗ് ആയിരിക്കും. ഏതോ ഒരു നൈട്രജൻ മോയിറ്റി വരുന്ന ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ നൈട്രജൻ മോയിറ്റി അതിനകത്ത് പ്രസൻ്റ് ആയിട്ട് ഉണ്ടായിരിക്കും. ഓക്കെ, അതാണ് എസെൻഷ്യൽ കണ്ടീഷൻ ഓഫ് ആൻ ആൽക്കലോയിഡ്. ഓക്കെ, ആൻഡ് ആർ യൂഷ്വലി ഹെറ്ററോസൈക്ലിക് ഇൻ നേച്ചർ, അതുപോലെ തന്നെ ഹെറ്ററോസൈക്ലിക് ആയിരിക്കും. ഓക്കെ, അതായത് ഒരു റിങ്ങിനകത്ത് ഒരു നൈട്രജൻ വരുന്ന രീതിയിലായിരിക്കും അവരുടെ സ്ട്രക്ചർ ജനറലി വരിക. Alkaloids are composed of carbon, hydrogen, nitrogen and usually oxygen. അപ്പോൾ ആൽക്കലോയിഡ്സിൻ്റെ മെയിൻ കോമ്പോസിഷൻസ് എന്ന് പറയുന്നത് കാർബൺ, ഹൈഡ്രജൻ, നൈട്രജൻ ഉണ്ടായിരിക്കും. ദെൻ ചില ആൽക്കലോയിഡ്സിനകത്ത് ഓക്സിജനും കൂടി ഉണ്ടായിരിക്കും. സം ഓഫ് ദി എക്സാമ്പിൾസ് ഓഫ് ആൽക്കലോയിഡ്സ് ആർ കൊക്കെയിൻ, നിക്കോട്ടിൻ, കഫീൻ, മോർഫിൻ. ഇതെല്ലാം ആൽക്കലോയിഡ്സിൻ്റെ കാറ്റഗറിയിൽ വരുന്നതാണ് കേട്ടോ. കൊക്കെയിന്, നിക്കോട്ടിൻ, കഫീൻ, മോർഫിൻ ഇതൊക്കെ ആൽക്കലോയിഡ്സിൻ്റെ കാറ്റഗറിയിൽ വരുന്ന എക്സാമ്പിൾസ് ആണ്. ഓക്കെ, ദെൻ നമ്മൾ പറഞ്ഞു ഇപ്പം ആൽക്കലോയിഡ്സ് എന്ന് പറഞ്ഞാൽ പൊതുവെ ഹെറ്ററോസൈക്ലിക് ആണ്. അതുപോലെ തന്നെ നൈട്രജൻ മോയിറ്റീസ് പ്രസൻ്റ് ആയിട്ടുള്ള ഒരു കാറ്റഗറി ഓഫ് നാച്ചുറൽ പ്രോഡക്ട്സ് ആണ് ആൽക്കലോയിഡ്സ് എന്ന് പറഞ്ഞു. അപ്പോൾ നൈട്രജൻ മോയിറ്റി എന്ന് പറയുമ്പോൾ അതിനകത്ത് പൈറോൾഡീൻ റിംഗ് ആവാം, പിരിഡീൻ റിംഗ് ആവാം, പിപ്പിരിഡീൻ ആവാം, ട്രൊപ്പെയിൻ ആവാം, ഇൻഡോൾ ആവാം, ക്വിനോളിൻ ആവാം, ഐസോക്വിനോളിൻ ആവാം, പൈറോളിഡിസീൻ ആവാം. അങ്ങനെ പല ടൈപ്പ് ഓഫ് ഹെറ്ററോസൈക്ലിക് റിംഗ്സ് വിത്ത് നൈട്രജൻ കണ്ടെയ്നിങ് മോയിറ്റീസ് ആവാം. ഓക്കെ, ഇനി ഇവിടെ ഞാൻ കുറച്ച് എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. അതായത് ഇപ്പം പൈറോൾഡീൻ റിംഗ് വരുന്ന എക്സാമ്പിൾ ഓഫ് ആൽക്കലോയിഡ് എന്താണ്, പിരിഡീൻ റിംഗ് വരുന്ന കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആൽക്കലോയിഡ് ഏതാണ് എന്നുള്ളത് കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് നിങ്ങളൊന്ന് നോക്കി വെച്ചേക്കുക. ചിലപ്പോൾ നമുക്ക് ചോദിക്കും വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് ആൻ എക്സാമ്പിൾ ഫോർ ആൽക്കലോയിഡ് വിച്ച് കണ്ടെയ്നിങ് എ പൈറോൾ റിംഗ് എന്നൊക്കെ പറഞ്ഞിട്ട് ചിലപ്പോൾ ചോദിക്കാം. അത് പറ്റും എന്നുള്ളവർ അത് ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചേക്കുക. അല്ലെന്നുണ്ടെങ്കിൽ ഈ എക്സാമ്പിൾ പോർഷൻസ് ഒന്ന് നോക്കി വെച്ചേക്കുക. പ്രധാനപ്പെട്ട ആൽക്കലോയിഡ്സ് ഏതൊക്കെയാണ് എന്നുള്ളത് ഈ ഒരു കാറ്റഗറിയിലുണ്ട്. നമ്മുടെ നിക്കോട്ടിനൊക്കെ ആൽക്കലോയിഡ്സിൻ്റെ കാറ്റഗറിയിൽ വരുന്നതാണ്. ക്യൊനൈന്, എട്രോപ്പിന്, റിസർപ്പിന്. ഇത് റിസർപ്പിനാണ് നമ്മളോട് ഇപ്പോൾ എക്സാമ്പിളിൽ നമ്മുടെ ഓപ്ഷൻസിനകത്ത് ഈ റിസർപ്പിന് ഉണ്ടായിരുന്നു. ഇപ്പോൾ റിസർപ്പിന് നമ്മൾ എന്തിൻ്റെ എക്സാമ്പിളായിട്ട് ഇപ്പോൾ കണ്ടു? ആൽക്കലോയിഡ്സിൻ്റെ എക്സാമ്പിളാണ് കേട്ടോ. നിക്കോട്ടിന്, ക്യൊനൈന്, എട്രോപ്പിൻ, റിസർപ്പിൻ, ക്വിനൈന്, എമിറ്റൈന്, ല്യൂപ്പിനൈന്, ഹെലോട്രിഡൈന്, പെഗാനിൻ ഇതെല്ലാം ഏതിൻ്റെ കാറ്റഗറിയിൽ വരുന്ന എക്സാമ്പിളാണ്? നമ്മുടെ ആൽക്കലോയിഡ്സിൻ്റെ കാറ്റഗറിയിൽ വരുന്ന എക്സാമ്പിളാണ്. ഇതിൽ പ്രധാനമായിട്ടും നോക്കി വെച്ചേക്കേണ്ടത് നിക്കോട്ടിൻ, ക്യൊനൈന്, എട്രോപ്പിൻ, റിസർപ്പിൻ, ക്വിനൈന്. ഇത് ഇത്രയുമാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 5 എണ്ണം. ആ 5 എണ്ണം നിർബന്ധമായിട്ടൊന്ന് നോക്കി വെച്ചേക്കുക. നമ്മുടെ ആൽക്കലോയിഡ്സിൻ്റെ കാറ്റഗറിയിൽ ഉൾപ്പെട്ടിട്ടുള്ള 5 ആളുകളാണ് ക്വിനൈന്, റിസർപ്പിന്, എട്രോപ്പിന്, ക്യൊനൈന് ആൻഡ് നിക്കോട്ടിൻ എന്ന് പറയുന്നത്. ദെൻ ഈ ഓരോന്നിൻ്റെ കേസിൽ ഈ പറഞ്ഞ 5 പേരുടെ കേസിലും ഹെറ്ററോസൈക്ലിക് റിംഗ് സിസ്റ്റമായിട്ട് വരുന്നത് എന്താണ് എന്നുള്ളതും കൂടെ ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചേക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. അപ്പോൾ ഇവിടെ നമ്മുടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് ആരാണ്? റിസർപ്പിൻ എന്ന് പറയുന്നത് നമ്മളിപ്പോൾ കണ്ടു ആൽക്കലോയിഡ്സിൻ്റെ കാറ്റഗറിയിലാണ് ഉൾപ്പെട്ടിട്ടുള്ളത് അല്ലേ. അപ്പോൾ വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് ആൻ ആൽക്കലോയിഡ്? റിസർപ്പിൻ ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ഓപ്ഷൻ എ. അടുത്ത ചോദ്യം നോക്കുക. ദ മോൺസ് പ്രോസസ് ഈസ് യൂസ്ഡ് ഇൻ ദ റിഫൈനിങ് ഓഫ്. നമ്മുടെ മെറ്റലർജിയുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ചോദ്യമാണ്. നമ്മുടെ മെറ്റൽ റിഫൈനിങ്ങിനകത്ത് നമ്മൾ മോൺസ് പ്രോസസ്സ് യൂസ് ചെയ്യുന്നത് ഏത് മെറ്റലിൻ്റെ റിഫൈനിങ്ങിന് വേണ്ടിയിട്ടാണ്? കോപ്പറിൻ്റെ ആണോ, നിക്കലിൻ്റെ ആണോ, സിൽവറിൻ്റെ ആണോ, അലൂമിനിയത്തിൻ്റെ ആണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് പ്രധാനപ്പെട്ട റിഫൈനിങ് പ്രോസസ്സ് ഏതൊക്കെയാണ്? നമ്മുടെ വാൻ ആർക്കൽ മെത്തേഡ്, മോൺസ് പ്രോസസ്സ്, ഇതൊക്കെ സ്ഥിരമായിട്ട് ക്വസ്റ്റ്യൻസ് വരുന്ന കുറച്ച് ഏരിയാസ് ആണ്. അപ്പോൾ അങ്ങനെ പ്രധാനപ്പെട്ട റിഫൈനിങ് പ്രോസസ്സ് ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. അത് ഓരോന്നും എന്താണ്, ഏതിൻ്റെയൊക്കെ കേസിലാണ് നമ്മൾ ആ ഒരു മെത്തേഡ് യൂസ് ചെയ്യുന്നത് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് നോക്കിയേക്കാം. നമുക്ക് ഈ പ്രാവശ്യം മോൺസ് പ്രോസസ്സ് ചോദിച്ചുകൊണ്ട് ചിലപ്പോൾ ഇനി വാൻ ആർക്കൽ മെത്തേഡ് ചോദിക്കാം, അല്ലെങ്കിൽ വേപ്പർ ഫേസ് റിഫൈനിങ് ചോദിക്കാം കേട്ടോ. അപ്പോൾ അത് ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളെല്ലാം നമ്മളൊന്ന് അറിഞ്ഞിരിക്കുക. നമുക്ക് അടുത്ത എക്സാംസിന് അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ പ്രതീക്ഷിക്കാം, ഉൾപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം. ഓക്കെ, അപ്പം നമുക്ക് നോക്കാം.
ഡിഫറെൻറ്റ് റിഫൈനിങ് മെത്തേഡ്സ് ഏതൊക്കെയാണ്, അത് ആരുടെയൊക്കെ റിഫൈനിങ്ങിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നതെന്നുള്ളത് നോക്കാം. ഫസ്റ്റ്, ദ മോൺ പ്രോസസ് ഈസ് എ മെത്തേഡ് ഓഫ് റിഫൈനിങ് നിക്കൽ. മോൺസ് പ്രോസസ് എന്ന് പറയുന്നത് ആരുടെ റിഫൈനിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ്? നിക്കലിൻ്റെ റിഫൈനിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന പ്രോസസ്സാണ് മോൺസ് പ്രോസസ്സ് കേട്ടോ. മോൺസ് പ്രോസസ് ഈസ് യൂസ്ഡ് ഫോർ ദ റിഫൈനിങ് ഓഫ് നിക്കൽ. അപ്പോൾ ഈ പ്രോസസ്സിൽ നമ്മൾ നിക്കൽ ഓക്സൈഡ് ആയിട്ടായിരിക്കും നമുക്ക് കിട്ടുക. ഓക്കെ, നമ്മുടെ ഇനിഷ്യൽ സ്റ്റേജസിൽ റിഫൈനിങ് പ്രോസസ്സിൻ്റെ ഇനിഷ്യൽ സ്റ്റേജസിൽ നമുക്ക് നിക്കൽ ഓക്സൈഡ് ആയിട്ടായിരിക്കും കിട്ടുക. ആ നിക്കൽ ഓക്സൈഡിനെ പ്യുവർ നിക്കലാക്കി കൺവേർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ മോൺസ് പ്രോസസ്സ് ക്യാരിഡ് ഔട്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ മോൺസ് പ്രോസസ് ഈസ് യൂസ്ഡ് ഫോർ ദി കൺവേർഷൻ ഓഫ് നിക്കൽ ഓക്സൈഡ്സ് ടു പ്യുവർ നിക്കൽ. ഓക്കെ, അപ്പോൾ മോൺസ് പ്രോസസ്സ് നിക്കലിൻ്റെ പ്യൂരിഫിക്കേഷന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. സ്ഥിരമായിട്ട് മിക്ക എക്സാംസിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലും നമ്മുടെ റിഫൈനിങ് ഏരിയയുമായിട്ട് റിലേറ്റ് ചെയ്ത് ചോദിക്കുന്നതാണ് ഒന്നെങ്കിൽ മോൺസ് പ്രോസസ്സ് അല്ലെങ്കിൽ വാൻ ആർക്കൽ മെത്തേഡ് കേട്ടോ. അപ്പോൾ അത് തിരിഞ്ഞു പോരുത്, എല്ലാം കറക്റ്റ് ആയിട്ട് നോട്ട് ചെയ്ത് വെച്ചേക്കാം. അടുത്ത രണ്ടാമത്തെ ഒരു റിഫൈനിങ് പ്രോസസ്സാണ് വാൻ ആർക്കൽ മെത്തേഡ്. അപ്പോൾ വാൻ ആർക്കൽ ടെക്നിക് ഈസ് യൂസ്ഡ് ടു റിഫൈൻ സിർക്കോണിയം ആൻഡ് ടൈറ്റാനിയം. ചോദിക്കാറുണ്ട് സിർക്കോണിയം ആൻഡ് ടൈറ്റാനിയത്തിൻ്റെ റിഫൈനിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന റിഫൈനിങ് പ്രോസസ്സ് ഏതാണെന്ന് പറഞ്ഞിട്ട് ചോദിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ സിർക്കോണിയത്തിൻ്റെയും ടൈറ്റാനിയത്തിൻ്റെയും റിഫൈനിങ് പ്രോസസ്സ് എന്ന് പറയുന്നത് വാൻ ആർക്കൽ മെത്തേഡാണ് കേട്ടോ, അല്ലെങ്കിൽ വാൻ ആർക്കൽ ടെക്നിക്കാണ്. സിർക്കോണിയം ആൻഡ് ടൈറ്റാനിയം ഇതിൻ്റെ രണ്ടെണ്ണത്തിൻ്റെയും റിഫൈനിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന മെത്തേഡാണ്. The impurities found in zirconium or titanium in the form of nitrogen and oxygen are eliminated using this technique. അപ്പോൾ ഈ ഒരു മെത്തേഡ് വാൻ ആർക്കൽ മെത്തേഡിൽ എന്താണ് ചെയ്യുന്നത്? നമുക്ക് നമ്മൾ റിഫൈൻ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമുക്ക് കളക്ട് ചെയ്യുന്ന സിർക്കോണിയത്തിലും ടൈറ്റാനിയത്തിലും കംപ്ലീറ്റ്ലി പ്യുവർ ആയിരിക്കത്തില്ല, അതിനകത്ത് പലതരത്തിലുള്ള ഇമ്പ്യൂരിറ്റീസ് കാണും അല്ലേ. അപ്പം നൈട്രജൻ്റെ അല്ലെങ്കിൽ ഓക്സിജൻ്റെ ഫോമിൽ ഉള്ള ഇമ്പ്യൂരിറ്റീസ് സിർക്കോണിയത്തിനകത്ത് ഹാഫ്നിയത്തിനകത്തും പ്രസൻ്റ് ആയിട്ടുള്ള നൈട്രജൻ ആൻഡ് ഓക്സിജൻ്റെ ഫോമിലുള്ള ഇമ്പ്യൂരിറ്റീസിനെ നീക്കം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് വാൻ ആർക്കൽ മെത്തേഡ് കേട്ടോ. അപ്പം സിർക്കോണിയം ആൻഡ് ടൈറ്റാനിയത്തിൻ്റെ പ്യൂരിഫിക്കേഷൻ അല്ലെങ്കിൽ റിഫൈനിങ് പ്രോസസ്സുമായിട്ട് ബന്ധപ്പെട്ട് യൂസ് ചെയ്യുന്ന മെത്തേഡാണ് വാൻ ആർക്കൽ ടെക്നിക്ക് എന്ന് പറയുന്നത്. ദെൻ ഇവിടെ ഇതും കൂടെ ഒന്ന് നോക്കി വെച്ചേക്കാം. അയഡിനാണ് നമ്മൾ വാൻ ആർക്കൽ മെത്തേഡിൽ അവരുടെ റിഫൈനിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഹാലജൻ. ചോദിക്കാറുണ്ട് വിച്ച് ഓഫ് ദി ഹാലജൻ ഈസ് യൂസ്ഡ് ഇൻ ദി റിഫൈനിങ് പ്രോസസ് ഓഫ് വാൻ അല്ലെങ്കിൽ വാൻ ആർക്കൽ ടെക്നിക് ഓഫ് റിഫൈനിങ്. വാൻ ആർക്കൽ ടെക്നിക് ഓഫ് റിഫൈനിങ്ങിനകത്ത് നമ്മൾ ആ ഒരു റിഫൈനിങ്ങിന് വേണ്ടിയിട്ട് ഏത് ഹാലജനാണ് യൂസ് ചെയ്യുന്നതെന്നുള്ളത് ചോദിക്കാറുണ്ട്. അയഡിനാണ് കേട്ടോ, അതൊന്ന് ഓർത്ത് വെച്ചേക്കാം. അടുത്ത മൂന്നാമത്തെ കാറ്റഗറി ഓഫ് റിഫൈനിങ് പ്രോസസ്സാണ് വേപ്പർ ഫേസ് റിഫൈനിങ് എന്ന് പറയുന്നത്. ആൻഡ് വേപ്പർ ഫേസ് റിഫൈനിങ് ഈസ് എ ടൈപ്പ് ഓഫ് റിഫൈനിങ് പ്രോസസ് ഇൻ വിച്ച് ദ മെറ്റൽ ഷുഡ് ഫോം എ വോളറ്റൈൽ കോമ്പൗണ്ട് ഇൻ ദി പ്രസൻസ് ഓഫ് എ റിയേജന്റ് ആൻഡ് ഇറ്റ് ഷുഡ് ബി ഈസിലി ഡികമ്പോസ്ഡ് ടു റിക്കവർ ദി മെറ്റൽ. അപ്പോൾ വേപ്പർ ഫേസ് റിഫൈനിങ്ങിൽ നമ്മൾ എന്താ ചെയ്യുന്നത്? മെറ്റൽ ഷുഡ് ഫോം എ വോളറ്റൈൽ കമ്പോണൻറ്റ് ഇൻ ദി പ്രസൻസ് ഓഫ് ദ റിയേജന്റ് ആൻഡ് ഇറ്റ് ഷുഡ് ബി ഈസിലി ഡികമ്പോസ്ഡ് ടു റിക്കവർ ദി മെറ്റൽ. അതായത് നമ്മൾ മെറ്റൽ റിയേജൻറ്റിൻ്റെ പ്രസൻസിൽ വരുമ്പോൾ ഒരു വോളറ്റൈൽ കമ്പോണൻ്റ് ആയിട്ട് ഇവർ കൺവേർട്ട് ചെയ്യും. ഓക്കെ, ഈ വോളറ്റൈൽ കമ്പോണൻറ്റിനെ ഈസിലി ഡികമ്പോസ് ചെയ്തിട്ട് നമുക്ക് പ്യുവർ ആയിട്ടുള്ള മെറ്റലായിട്ട് കൺവേർട്ട് ചെയ്യാം. ഓക്കെ, ഒരു റിയേജൻറ്റിൻ്റെ പ്രസൻസിൽ ഇതിനെ ഒരു വോളറ്റൈൽ കമ്പോണൻ്റ് ആയിട്ട് നമുക്ക് കൺവേർട്ട് ചെയ്യാം. ദെൻ അതിനെ ഡികമ്പോസ് ചെയ്ത് നമുക്ക് പ്യുവർ മെറ്റലാക്കി റിക്കവർ ചെയ്ത് എടുക്കാം. അതാണ് നമ്മുടെ വേപ്പർ ഫേസ് റിഫൈനിങ് എന്ന് പറയുന്നത്. ഏതൊക്കെ മെറ്റൽസിൻ്റെ കേസിലാണ് നമ്മൾ വേപ്പർ ഫേസ് റിഫൈനിങ് യൂസ് ചെയ്യുക? നിക്കൽ, സിർക്കോണിയം, ടൈറ്റാനിയം, ഈ മൂന്നെണ്ണത്തിൻ്റെ കേസിൽ നമുക്ക് വേപ്പർ ഫേസ് റിഫൈനിങ് യൂസ് ചെയ്യാം കേട്ടോ. നിക്കൽ, സിർക്കോണിയം, ടൈറ്റാനിയം, ഈ മൂന്ന് പേരുടെ കേസിൽ നമുക്ക് വേപ്പർ ഫേസ് റിഫൈനിങ് യൂസ് ചെയ്യാം. Then അടുത്തത് electrolytic refining. Electrolytic refining is the process of refining a metal by the electrolysis of a solution of salt of the metal using a small piece of pure metal as the negative electrode and the impure metal as the positive electrode, and copper can be refined by this method. അപ്പം ഒന്നാമത് ഓർത്തിരിക്കേണ്ട കാര്യം ഇലക്ട്രോളിറ്റിക് റിഫൈൻ എന്ന് പറയുന്നത് കോപ്പറിൻ്റെ റിഫൈനിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ടെക്നിക്കാണ് ഇലക്ട്രോളിറ്റിക് റിഫൈനിങ് കേട്ടോ. കോപ്പറിൻ്റെ റിഫൈനിങ്ങുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇലക്ട്രോളിറ്റിക് റിഫൈനിങ് യൂസ് ചെയ്യുന്നത്. ദെൻ അടുത്തത് ഓർത്ത് വെച്ചിരിക്കേണ്ട കാര്യം നമ്മൾ പറഞ്ഞു കോപ്പറിൻ്റെ റിഫൈനിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടാണ് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. ഇനി ഇലക്ട്രോളിസിസ് വഴിയാണ് ഇവിടെ റിഫൈനിങ് നടത്തുക. ഓക്കെ, ഇലക്ട്രോളിസിസ് വഴിയാണ് റിഫൈനിങ് നടക്കുക. അപ്പോൾ ഇലക്ട്രോളിസിസ് വഴിയാവുമ്പോൾ ഒരു പോസിറ്റീവ് ഇലക്ട്രോഡ് വേണം, നെഗറ്റീവ് ഇലക്ട്രോഡ് വേണം, ഇലക്ട്രോലൈറ്റ് വേണം അല്ലേ. ഇനി അതെന്തൊക്കെയാണെന്നും കൂടെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക. അതും സാധാരണ ചോദിക്കാറുള്ളതാണ് കേട്ടോ. ഒരു ഇലക്ട്രോളിറ്റിക് റിഫൈനിങ്ങിനകത്ത് നമ്മൾ പോസിറ്റീവ് ഇലക്ട്രോലൈറ്റ് ആയിട്ട് ആദ്യം നോക്കാം. ഇലക്ട്രോലൈറ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത് മെറ്റലിൻ്റെ ഒരു സോൾട്ട് സൊല്യൂഷനാണ്. ഓക്കെ, മെറ്റലിൻ്റെ തന്നെ ഒരു സോൾട്ട് സൊല്യൂഷൻ. ഇവിടെ നമ്മൾ കോപ്പറിൻ്റെ റിഫൈനിങ് ആണെങ്കിൽ കോപ്പറിൻ്റെ തന്നെ ഒരു സോൾട്ട് സൊല്യൂഷൻ, കോപ്പർ സൾഫേറ്റ് സൊല്യൂഷനോ അങ്ങനെ എന്തെങ്കിലും കേട്ടോ. ദെൻ നെഗറ്റീവ് ഇലക്ട്രോഡായിട്ട് യൂസ് ചെയ്യേണ്ടത് നമ്മൾ
പ്യുവർ മെറ്റലിൻ്റെ ഒരു പീസ്, ഏത് മെറ്റലിൻ്റെ റിഫൈനിങ് ആണോ നടത്തുന്നത് അതിൻ്റെ പ്യുവർ മെറ്റലിൻ്റെ ഒരു സ്മോൾ പീസാണ് നമ്മൾ നെഗറ്റീവ് ഇലക്ട്രോഡായിട്ട് യൂസ് ചെയ്യുന്നത്. ആൻഡ് പോസിറ്റീവ് ഇലക്ട്രോഡായിട്ടോ ഇംപ്യുവർ മെറ്റലിനെ ആയിരിക്കും കേട്ടോ. പോസിറ്റീവ് മെറ്റലായിട്ട് ഇംപ്യുവർ മെറ്റലിനെ ആയിരിക്കും യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇലക്ട്രോലൈറ്റിക് റിഫൈനിങ് എന്ന് പറയുന്നത് നമ്മൾ കോപ്പറിൻ്റെ റിഫൈനിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ടെക്നിക്കാണ്. അപ്പോൾ ഇവിടെ ഇലക്ട്രോളിസിസ് ആണ് ജനറലി റിഫൈനിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ ക്യാരിഡ് ഔട്ട് ചെയ്യുന്ന പ്രോസസ്സ്. ഇനി ഇലക്ട്രോളിസിസ് ആകുമ്പോൾ ഒരു ഇലക്ട്രോലൈറ്റ് വേണം, പോസിറ്റീവ് ഇലക്ട്രോഡ് വേണം, നെഗറ്റീവ് ഇലക്ട്രോഡ് വേണം. ഇലക്ട്രോലൈറ്റ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഏത് മെറ്റലിൻ്റെ ആണോ റിഫൈനിങ് നടത്തുക ആ മെറ്റലിൻ്റെ ഒരു സൊല്യൂഷൻ എടുക്കുക. ദെൻ പോസിറ്റീവ് ഇലക്ട്രോഡായിട്ട് എടുക്കേണ്ടത് ഇംപ്യുവർ ആയിട്ടുള്ള മെറ്റലിൻ്റെ ഒരു പീസാണ് പോസിറ്റീവ് ഇലക്ട്രോഡായിട്ട് എടുക്കേണ്ടത്. ആൻഡ് നെഗറ്റീവ് ഇലക്ട്രോഡായിട്ട് എടുക്കേണ്ടത് പ്യുവർ മെറ്റലിൻ്റെ ഒരു പീസാണ് നെഗറ്റീവ് ഇലക്ട്രോഡായിട്ട് എടുക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇലക്ട്രോലൈറ്റിക് റിഫൈനിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് നോക്കേണ്ടത്. അപ്പം എന്തൊക്കെയാണ് നമ്മളിവിടെ പറഞ്ഞത്? ഒന്നാമത്തത് മോൺസ് പ്രോസസ്. മോൺസ് പ്രോസസ് എന്ന് പറഞ്ഞാൽ നിക്കലിൻ്റെ റിഫൈനിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് യൂസ് ചെയ്യുന്നതാണ്. അടുത്തത് വാൻ ആർക്കൽ മെത്തേഡ്. വാൻ ആർക്കൽ മെത്തേഡ് എന്ന് പറയുന്നത് സിർക്കോണിയത്തിൻ്റെയും ടൈറ്റാനിയത്തിൻ്റെയും റിഫൈനിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് ചെയ്യുന്ന പ്രോസസ്സാണ്. ദെൻ വാൻ ആർക്കൽ മെത്തേഡിൽ നമ്മൾ ഏത് ഹാലോജൻ ആണ് റിഫൈനിങ് പ്രോസസ്സിന് വേണ്ടി യൂസ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ അയഡിൻ ആണ് ആൻസർ വരിക. ദെൻ നമ്മുടെ വേപ്പർ ഫേസ് റിഫൈനിങ്. വേപ്പർ ഫേസ് റിഫൈനിങ് നമ്മൾ നിക്കൽ, സിർക്കോണിയം, ടൈറ്റാനിയം ഈ മൂന്നെണ്ണത്തിൻ്റെയും കേസിൽ നമ്മൾ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ടെക്നിക്കാണ് നമ്മുടെ വേപ്പർ ഫേസ് റിഫൈനിങ് എന്ന് പറയുന്നത്. ദെൻ അതിനകത്ത് അത്രയേ ഉള്ളൂ. പിന്നെ ഇലക്ട്രോലൈറ്റിക് റിഫൈനിങ്. ഇലക്ട്രോലൈറ്റിക് റിഫൈനിങ് എന്ന് പറഞ്ഞാൽ കോപ്പറിൻ്റെ റിഫൈനിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്. അവിടെ ഇലക്ട്രോളിസിസ് ആണ് ക്യാരിഡ് ഔട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ പോസിറ്റീവ് ഇലക്ട്രോഡ് വേണം, നെഗറ്റീവ് ഇലക്ട്രോഡ് വേണം, ഇലക്ട്രോലൈറ്റ് വേണം. പോസിറ്റീവ് ഇലക്ട്രോഡായിട്ട് ഇംപ്യുവർ മെറ്റൽ എടുക്കും, നെഗറ്റീവ് ഇലക്ട്രോഡായിട്ട് പ്യുവർ മെറ്റൽ പീസ് എടുക്കും, ആൻഡ് ഇലക്ട്രോലൈറ്റ് ആയിട്ട് എന്തെടുക്കും? ഇലക്ട്രോലൈറ്റ് ആയിട്ട് നമ്മുടെ ഒരു മെറ്റലിൻ്റെ ഒരു സൊല്യൂഷൻ എടുക്കും. ഓക്കെ, ഇനി അപ്പോൾ ഇവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് എന്താണെന്ന് നോക്കിക്കേ. മോൺസ് പ്രോസസ് അല്ലായിരുന്നു. മോൺസ് പ്രോസസ്സ് നിക്കലിൻ്റെ പ്യൂരിഫിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ടതാണെന്ന് പറഞ്ഞു. സോ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ഇനി അടുത്ത ചോദ്യം നോക്കാം. വിച്ച് ഓഫ് ദി ഫോളോയിങ് റിയാക്ഷൻ ക്യാൻ ബി ക്യാരിഡ് ഔട്ട് വിത്ത് സോഡിയം ബോറോഹൈഡ്രേറ്റ്? സോഡിയം ബോറോഹൈഡ്രേറ്റുമായിട്ട് റിലേറ്റ് ചെയ്ത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന റിയാക്ഷൻ ഏതാണ്? അല്ലെ സോഡിയം ബോറോഹൈഡ്രേറ്റ് യൂസ് ചെയ്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന റിയാക്ഷൻ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ റിഡക്ഷൻ ഓഫ് അസറ്റിക് ആസിഡ് ടു എത്തനോൾ. അസറ്റിക് ആസിഡിനെ എത്തനോൾ ആക്കി മാറ്റുന്ന റിയാക്ഷൻസ്. ദെൻ റിഡക്ഷൻ ഓഫ് പ്രൊപ്പനോൺ ടു ഐസോപ്രൊപ്പൈൽ ആൽക്കഹോൾ. പ്രൊപ്പനോണിനെ ഐസോപ്രൊപ്പൈൽ ആൽക്കഹോൾസ് ആക്കി മാറ്റുന്ന റിയാക്ഷൻ. ദെൻ റിഡക്ഷൻ ഓഫ് അസിറ്റമൈഡ് ടു ഈതൈൽ അമീൻ. അസിറ്റമൈഡ്സിനെ ഈതൈൽ അമീൻസ് ആക്കി മാറ്റുന്ന റിയാക്ഷൻ. ആൻഡ് ഓൾ ദി അബോവ്. ഈ എല്ലാ കേസിലും നമുക്ക് സോഡിയം ബോറോഹൈഡ്രേറ്റിനെ യൂസ് ചെയ്യാൻ പറ്റുമോ? ഓക്കെ, അപ്പോൾ നോക്കുക. ഇതിൽ ഈ കൊടുത്തിട്ടുള്ള ഏതൊക്കെ കണ്ടീഷൻസിൽ നമുക്ക് റിയേജൻ്റ് ആയിട്ട് ആരെ യൂസ് ചെയ്യുക, അല്ലെ ആരുടെ പ്രസൻസിൽ ഈ ഒരു റിയാക്ഷൻ ക്യാരിഡ് ഔട്ട് ചെയ്യാം? സോഡിയം ബോറോഹൈഡ്രേറ്റിൻ്റെ പ്രസൻസിൽ ക്യാരിഡ് ഔട്ട് ചെയ്യാം എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, ആദ്യം നമുക്ക് സോഡിയം ബോറോഹൈഡ്രേറ്റിനെ ഏതൊക്കെ കണ്ടീഷൻസിൽ നമുക്ക് റിയേജൻ്റ് ആയിട്ട് യൂസ് ചെയ്യാം എന്നുള്ളതൊന്ന് പരിശോധിക്കാം. അതിനുശേഷം ആൻസറിലോട്ട് പോവാം. Sodium borohydrate or NaBH4 is a convenient source of hydrate ion for the reduction of aldehydes and ketones. അപ്പം നമുക്ക് സോഡിയം ബോറോഹൈഡ്രേറ്റ് എന്ന് പറഞ്ഞാൽ പൊതുവെ ആൽഡിഹൈഡ്സിൻ്റെയും കീറ്റോൺസിൻ്റെയും റിഡക്ഷന് വേണ്ടിയിട്ട് നമ്മൾ കൺവീനിയൻ്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു റിയേജൻ്റ് ആണ് സോഡിയം ബോറോഹൈഡ്രേറ്റ്. റിഡക്ഷൻ ഓഫ് ആൽഡിഹൈഡ്സ് ആൻഡ് കീറ്റോൺസ്. ആൽഡിഹൈഡ്സിൻ്റെയും കീറ്റോൺസിൻ്റെയും റിഡക്ഷന് വേണ്ടിയിട്ട് നമുക്ക് കൺവീനിയൻ്റ് ആയിട്ട് വളരെ കൺവീനിയൻ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു റിയേജൻ്റ് ആണ് സോഡിയം ബോറോഹൈഡ്രേറ്റ് എന്ന് പറയുന്നത്. ആൻഡ് ആൽഡിഹൈഡ്സ് ആർ റെഡ്യൂസ്ഡ് ടു പ്രൈമറി ആൽക്കഹോൾസ് ആൻഡ് കീറ്റോൺസ് ആർ റെഡ്യൂസ്ഡ് ടു സെക്കൻഡറി ആൽക്കഹോൾ. അപ്പോൾ സോഡിയം ബോറോഹൈഡ്രേറ്റ് യൂസ് ചെയ്ത് റിഡക്ഷൻ റിയാക്ഷൻ ക്യാരിഡ് ഔട്ട് ചെയ്യുമ്പോൾ നമുക്ക് ആൽഡിഹൈഡ്സിനെ പ്രൈമറി ആൽക്കഹോൾസ് ആയിട്ടും അതുപോലെ കീറ്റോൺസിനെ സെക്കൻഡറി ആൽക്കഹോൾസുമായിട്ടും നമുക്ക് റെഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റും. ആൻഡ് ഓർത്തേച്ചേക്ക എസ്റ്റേഴ്സ് ആൻഡ് അമൈഡ്സ് ആർ നോട്ട് റെഡ്യൂസ്ഡ്. നമുക്ക് സോഡിയം ബോറോഹൈഡ്രേറ്റ് യൂസ് ചെയ്തിട്ട് ആൽഡിഹൈഡ്സിനെയും കീറ്റോൺസിനെയും റെഡ്യൂസ് ചെയ്ത് പ്രൈമറി ആൽക്കഹോൾസ് ആൻഡ് സെക്കൻഡറി ആൽക്കഹോൾസ് ആക്കി കൺവേർട്ട് ചെയ്യാമെന്ന് പറഞ്ഞു. അതേസമയം തന്നെ ഓർത്ത് വെച്ചേക്കുക, എസ്റ്റേഴ്സിനെയും അമൈഡ്സിനെയും റിഡക്ഷൻ നടത്താനായിട്ട് നമുക്ക് സാധിക്കത്തില്ല കേട്ടോ. എസ്റ്റേഴ്സിൻ്റെയും അമൈഡ്സിൻ്റെയും റിഡക്ഷൻ നമുക്ക് സോഡിയം ബോറോഹൈഡ്രേറ്റ് യൂസ് ചെയ്തിട്ട് ചെയ്യാനായിട്ട് പറ്റത്തില്ല. And as a source of hydrate ion, sodium borohydrate will also act as a strong base, deprotonating water, alcohols and carboxylic acid. അതുപോലെ തന്നെ നമുക്ക് സോഡിയം ബോറോഹൈഡ്രേറ്റിനെ ഹൈഡ്രജൻ്റെ ഒരു സോഴ്സ് ആണല്ലോ. ഹൈഡ്രജൻ്റെ ഒരു സോഴ്സ് ആയതുകൊണ്ട് തന്നെ ഒരു സ്ട്രോങ് ഹൈഡ്രേറ്റ് അയോണിൻ്റെ ഒരു സോഴ്സ് ആയതുകൊണ്ട് തന്നെ നമുക്ക് സ്ട്രോങ് ബേസ് ആയിട്ട് ആക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, ഹൈഡ്രേറ്റ് അയോണിൻ്റെ സോഴ്സ് ആയതുകൊണ്ട് തന്നെ സ്ട്രോങ് ബേസ് ആയിട്ട് ആക്ട് ചെയ്യാനായിട്ട് പറ്റും. അതുകൊണ്ട് തന്നെ നമുക്ക് വാട്ടറിനെ, ആൽക്കഹോൾസിനെയും കാർബോക്സിലിക് ആസിഡിൻ്റെയൊക്കെ ഡീപ്രോട്ടോണേഷൻ റിയാക്ഷൻസ് നടത്താൻ വേണ്ടിയിട്ട് നമുക്ക് സോഡിയം ബോറോഹൈഡ്രേറ്റിനെ യൂസ് ചെയ്യാം കേട്ടോ. ഡീപ്രോട്ടോണേഷൻ റിയാക്ഷൻസ് ഓഫ് വാട്ടർ,
ആൽക്കഹോൾസ് ആൻഡ് കാർബോക്സിലിക് ആസിഡ്സ്. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇവരെ യൂസ് ചെയ്യാനായിട്ട് പറ്റും. ദെൻ ഓർഗാനോ മെർക്കുറി ബോൺസ് ആഫ്റ്റർ ദ ഓക്സി മെർക്കുറേഷൻ റിയാക്ഷൻസ്. അപ്പോൾ ഓക്സി മെർക്കുറേഷൻ റിയാക്ഷൻസിൽ നമുക്ക് ഓർഗാനോ മെർക്കുറി ബോൺസിൻ്റെ ഒക്കെ റിഡക്ഷന് വേണ്ടിയിട്ടും സോഡിയം ബോറോഹൈഡ്രേറ്റിനെ യൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ കാര്യം സോഡിയം ബോറോഹൈഡ്രേറ്റിനെ നമുക്ക് ആൽഡിഹൈഡ്സ് ഓർ കീറ്റോൺസിൻ്റെ റിഡക്ഷന് വേണ്ടിയിട്ട് റിഡക്ഷൻ നടത്തി പ്രൈമറി ആൻഡ് സെക്കൻഡറി ആൽക്കഹോൾസ് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. രണ്ടാമത്തെ കാര്യം നമ്മുടെ എസ്റ്റേഴ്സിനെയും അമൈഡ്സിനെയും നമുക്ക് സോഡിയം ബോറോഹൈഡ്രേറ്റിനെ യൂസ് ചെയ്തിട്ട് റിഡക്ഷൻ നടത്താനായിട്ട് സാധിക്കത്തില്ല. ദെൻ അടുത്തത് ഓർത്ത് വെച്ചിരിക്കേണ്ട കാര്യം, നമ്മുടെ സോഡിയം ബോറോഹൈഡ്രേറ്റ് ഒരു സ്ട്രോങ് ബേസ് ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വാട്ടറിനെ, ആൽക്കഹോൾസിനെ, കാർബോക്സിലിക് ആസിഡിനെ ഇതിനെല്ലാം ഡീപ്രോട്ടോണേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് സോഡിയം ബോറോഹൈഡ്രേറ്റിനെ യൂസ് ചെയ്യാം. അതുപോലെ തന്നെ ഓർഗാനോ മെർക്കുറിക് റിയാക്ഷൻസിൻ്റെ കേസിൽ നമുക്ക് റിഡക്ഷന് വേണ്ടിയിട്ട് സോഡിയം ബോറോഹൈഡ്രേറ്റിനെ യൂസ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ഇനി ആൻസറിലോട്ട് പോവാം. നോക്കിക്കേ, റിഡക്ഷൻ ഓഫ് ഇതിൽ നമുക്ക് ഏതാണ് ക്യാരിഡ് ഔട്ട് ചെയ്യാൻ പറ്റുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. അപ്പോൾ നോക്കിക്കേ, പ്രൊപ്പനോൺ കീറ്റോണിനെ ഐസോപ്രൊപ്പൈൽ ആൽക്കഹോളാക്കി മാറ്റാൻ സാധിക്കും അല്ലേ. കീറ്റോണിനെ ആൽക്കഹോളാക്കി മാറ്റാൻ സാധിക്കും. ഇനി നമ്മുടെ ആസിഡിനെ എത്തനോളാക്കി കൺവേർട്ട് ചെയ്യാനായിട്ട് പറ്റുമോ? ആസിഡ്സിനെ ഡീപ്രോട്ടോണേഷൻ റിയാക്ഷന് മാത്രമേ പറ്റത്തുള്ളൂ, അല്ലാതെ ആസിഡ്സിനെ ആൽക്കഹോൾസ് ആക്കി കൺവേർട്ട് ചെയ്യില്ല. ആസിഡ്സിന്റെ ഡീപ്രോട്ടോണേഷൻ റിയാക്ഷന് വേണ്ടിയിട്ടാണ് നമുക്ക് സോഡിയം ബോറോഹൈഡ്രേറ്റിനെ യൂസ് ചെയ്യാൻ പറ്റുന്നത്. അപ്പം ഇത് പോസിബിൾ അല്ല. പക്ഷേ എന്താണ്, കീറ്റോൺസിനെ സെക്കൻഡറി ആൽക്കഹോൾസ് ആയിട്ട് കൺവേർട്ട് ചെയ്യാനായിട്ട് പറ്റും. ആൻഡ് റിഡക്ഷൻ ഓഫ് അമൈഡ് ടു ഈഥൈൽ അമൈഡ്, നമ്മൾ പറഞ്ഞെന്താ, അമൈഡ്സിനെയോ എസ്റ്റേഴ്സിനെയോ റിഡക്ഷൻ ചെയ്യാൻ വേണ്ടി സോഡിയം ബോറോഹൈഡ്രേറ്റിനെ യൂസ് ചെയ്യാൻ സാധിക്കുമോ? നമുക്ക് പറ്റത്തില്ല. സോ ഇതും ആൻസർ വരത്തില്ല. ഓൾ ഓഫ് ദി അബോവ് റോങ് ആണ്. സോ കറക്റ്റ് ആൻസർ വരുന്ന ഏതാണ്? ഓപ്ഷൻ ബി, റിഡക്ഷൻ ഓഫ് പ്രൊപ്പനോൺ ഇൻറ്റു ഐസോപ്രൊപ്പൈൽ ആൽക്കഹോൾ ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ ആണേ. ഇനി അടുത്ത ചോദ്യം നോക്കുക. നമ്മുടെ സോളിഡ് സ്റ്റേറ്റുമായിട്ട് റിലേറ്റ് ചെയ്ത് നമ്മുടെ ക്രിസ്റ്റൽ ഡിഫക്റ്റിൽ നിന്നുള്ള ഒരു ചോദ്യമാണ്. ദ ക്രിസ്റ്റൽ ഡിഫക്റ്റ് ഫൗണ്ട് ഇൻ യെല്ലോ ഫോം ഓഫ് സിങ്ക് ഓക്സൈഡ് obtained by heating white zinc oxide crystals in an open vessel can be described as. അപ്പോൾ ഇവിടെ ഒരു കണ്ടീഷൻ കൊടുത്തിട്ടുണ്ട്. അത് ഷോർട്ട് കീ ഡിഫക്റ്റിൻ്റെ ആണോ, ഫ്രങ്കൽ ഡിഫക്റ്റിൻ്റെ ആണോ, മെറ്റൽ എക്സസ് ഡിഫക്റ്റിൻ്റെ ആണോ, മെറ്റൽ ഡെഫിഷ്യൻസി ഡിഫക്റ്റിൻ്റെ കണ്ടീഷൻ ആണോ എന്നാണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. ഓക്കെ, ദ ക്രിസ്റ്റൽ ഡിഫക്റ്റ് ഫൗണ്ട് ഇൻ യെല്ലോ ഫോം ഓഫ് സിങ്ക് ഓക്സൈഡ്. സിങ്ക് ഓക്സൈഡിനകത്ത് കണ്ടുവരുന്ന ക്രിസ്റ്റൽ ഡിഫക്റ്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ആൻഡ് ഇറ്റ് ഈസ് ഒബ്റ്റെയിൻഡ് ബൈ ഹീറ്റിംഗ് വൈറ്റ് സിങ്ക് ഓക്സൈഡ് ക്രിസ്റ്റൽസ് ഇൻ ആൻ ഓപ്പൺ വെസൽ ക്യാൻ ബി ഡിസ്ക്രൈബ്ഡ് എസ്. അപ്പോൾ ഒരു വൈറ്റ് ഓപ്പൺ വെസൽസിൽ നമ്മൾ സിങ്ക് ഓക്സൈഡ് ക്രിസ്റ്റൽസിനെ ഹീറ്റ് ചെയ്തപ്പോഴത്തേന് അതൊരു യെല്ലോ കളറിലോട്ട് കൺവേർട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പം അത് ഏതിൻ്റെ എക്സാമ്പിൾ, ഏത് ഡിഫക്റ്റിൻ്റെ ബലമായിട്ടാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഷോർട്ട് കീ ആണോ, ഫ്രങ്കൽ ആണോ, മെറ്റൽ എക്സസ് ഡിഫക്റ്റ് ആണോ, മെറ്റൽ ഡെഫിഷ്യൻസി ഡിഫക്റ്റ് ആണോ എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ അതിൻ്റെ ആൻസറിലോട്ട് പോകുന്നതിന് മുന്നേ നമുക്ക് ഈ 4 ടൈപ്പ് ഓഫ് ഡിഫക്ട്സിൻ്റെയും പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകാം. ഒന്നാമത്തത് ഷോർട്ട് കീ ഡിഫക്റ്റ്. എന്താണ്? an equal number of cations and anions missing from the compound. ഷോർട്ട് കീ ഡിഫക്റ്റ് എപ്പോഴാണ് ജനറേറ്റ് ചെയ്യുന്നത്? ഒരു ക്രിസ്റ്റൽ ലാറ്റിസിൻ്റെ സൈറ്റിൽ നിന്നും ഈക്വൽ നമ്പർ ഓഫ് കാറ്റിയോൺസും ഈക്വൽ നമ്പർ ഓഫ് ആനിയോൺസും ആണ് മിസ്സായിട്ടുള്ളതെങ്കിൽ അത്തരത്തിലുള്ള ഡിഫക്റ്റിനെയാണ് ഷോർട്ട് കീ ഡിഫക്റ്റ് എന്ന് പറയുന്നത്. ഇപ്പം ഇങ്ങോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എ പ്ലസ് ബി മൈനസ്, എ പ്ലസ് ബി മൈനസ്, അടുത്ത ഇവിടെ ബി മൈനസ്, എ പ്ലസ് ഇല്ല, ബി മൈനസ് എ പ്ലസ്, അടുത്ത ഇവിടെ എ പ്ലസ് ബി മൈനസ് ഇല്ല, എ പ്ലസ് ബി മൈനസ്. അപ്പോൾ ഇവിടെ മിസ്സായിട്ടുള്ള 2 പേര് ആരൊക്കെയാണ്? ഇവിടുന്ന് എ പ്ലസ് മിസ്സായിട്ടുണ്ട്, ഇവിടുന്ന് ബി മൈനസ് മിസ്സായിട്ടുണ്ട് അല്ലേ. അതായത് ഒരു കാറ്റിയോണും ഒരു ആനിയോണും മിസ്സായിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഈക്വൽ നമ്പർ ഓഫ് കാറ്റിയോണും ഈക്വൽ നമ്പർ ഓഫ് ആനിയോണും ഒരു ലാറ്റിസ് സൈറ്റിൽ നിന്ന് മിസ്സായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ, അതായത് 2 കാറ്റിയോൺ മിസ്സായിട്ടുണ്ടെങ്കിൽ 2 ആനിയോണും മിസ്സായിട്ടുണ്ട്, ഒരു കാറ്റിയോൺ മിസ്സായിട്ടുണ്ടെങ്കിൽ ഒരു ആനിയോണും മിസ്സായിട്ടുണ്ട്. ഓക്കെ, അങ്ങനെ ഈക്വൽ നമ്പർ ഓഫ് കാറ്റിയോൺസ് ആൻഡ് ആനിയോൺസ് ആണ് മിസ്സായിട്ടുള്ളത് എങ്കിൽ അത്തരത്തിലുള്ള ഡിഫക്റ്റിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? ഷോർട്ട് കീ ഡിഫക്റ്റ് എന്ന് വിളിക്കുക. ഓക്കെ, ഇനി ഷോർട്ട് കീ ഡിഫക്റ്റ് നടക്കുന്ന സമയത്ത് ഡെൻസിറ്റിക്ക് എന്തെങ്കിലും വ്യത്യാസം വരുമോ? 2 പേരും മിസ്സായിട്ടുണ്ട് അല്ലേ. അപ്പോൾ തീർച്ചയായിട്ടും ഡെൻസിറ്റി എന്ത് ചെയ്യും? കുറയും അല്ലേ. അപ്പോൾ അതാണ് പറഞ്ഞത്, ദിസ് ഡിഫക്റ്റ് റെഡ്യൂസസ് ദി ഡെൻസിറ്റി ഓഫ് ദി സബ്സ്റ്റൻസ്. ഷോർട്ട് കീ ഡിഫക്റ്റ് നടക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ സബ്സ്റ്റൻസിൻ്റെ ഡെൻസിറ്റി കുറയാനായിട്ടുള്ള സാധ്യതയുണ്ട്. ദിസ് ഡിഫക്റ്റ് ഈസ് ഒബ്സർവ്ഡ് ഇൻ ക്രിസ്റ്റൽസ് ഓഫ് ഹൈ കോർഡിനേഷൻ നമ്പർ ആൻഡ് അയോൺസ് ഓഫ് സ്മോളർ സൈസ്. ഇനി ആരുടെ കേസിലൊക്കെയാണ് ഷോർട്ട് കീ ഡിഫക്റ്റ് സാധാരണ കാണിക്കാറുള്ളത്? ഹൈ കോർഡിനേഷൻ നമ്പർ ഉള്ള കോമ്പൗണ്ട്സിൻ്റെ കേസിലും അതുപോലെ തന്നെ സ്മോളർ സൈസുള്ള അയോൺസിൻ്റെ കേസിലും കേട്ടോ. ഹയർ കോർഡിനേഷൻ നമ്പർ ഉള്ള കോമ്പൗണ്ട്സിൻ്റെ കേസിലും അതുപോലെ സ്മോളർ സൈസുള്ള മോളിക്യൂൾസിൻ്റെ കേസിലുമാണ്
ഷോർട്ട് കീ ഡിഫക്റ്റ് സാധാരണ കാണാനായിട്ടുള്ള ടെൻഡൻസി ഉള്ളത്. അപ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ NaClന്റെ കേസിൽ അവരുടെ കോർഡിനേഷൻ നമ്പർ വരുന്ന 6 ആണ്. CaClന്റെ കേസിൽ സീഷ്യം ക്ലോറൈഡിൻ്റെ കേസിൽ 8 ആണ് അവരുടെ കോർഡിനേഷൻ നമ്പർ വരുന്നത്. അപ്പോൾ ഹയർ കോർഡിനേഷൻ നമ്പേഴ്സ് ആയതുകൊണ്ട് തന്നെ ഈ കോമ്പൗണ്ട്സിലൊക്കെ ഷോർട്ട് കീ ഡിഫക്റ്റ് കാണാനായിട്ടുള്ള ടെൻഡൻസിയാണ് ഉള്ളത്. NaCl CaClലൊക്കെ ഷോർട്ട് കീ ഡിഫക്റ്റ് കാണാനായിട്ടുള്ള സാധ്യതയാണ് ഉള്ളത്. ഇനി അടുത്തത് ഫ്രാങ്കൽ ഡിഫക്റ്റ്. ഫ്രാങ്കൽ ഡിഫക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? The smaller ions or cations moves out of its place and occupies the intermolecular space. അതായത് നമ്മൾ പറഞ്ഞു ഇപ്പോൾ ഷോർട്ട് കീ ഡിഫക്റ്റിൻ്റെ കേസിലാണെന്നുണ്ടെങ്കിൽ ഈക്വൽ നമ്പർ ഓഫ് കാറ്റിയോൺസും ആനിയോൺസും നമ്മുടെ ലാറ്റിസ് സൈറ്റിൽ നിന്ന് മിസ്സിംഗ് ആണ് അല്ലേ? എന്നാൽ ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഇവിടെ A+, B-, A+, B-, ഇവിടുത്തെ A+ മിസ്സിംഗ് ആണ്, B-, A+, B-, A+. ഇനി ഈ ഒരു കാണാതായ സൈറ്റിലുള്ള A+ എന്ത് ചെയ്യുന്നു? ഈ ഇൻ്റർസ്റ്റീഷ്യൽ സൈറ്റിൽ പോയിട്ട് ഓക്കുപ്പൈ ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഫ്രങ്കൽ ഡിഫക്റ്റിൽ എന്താ സംഭവിക്കുന്നത്? ഒരാൾ അയാളുടെ ഒറിജിനൽ പൊസിഷനിൽ നിന്ന് മിസ്സായിട്ടുണ്ട്, പക്ഷേ അയാൾ എവിടെ പോയിരിക്കുകയാണ്? ഒരു ഇൻ്റർസ്റ്റീഷ്യൽ സൈറ്റിൽ പോയിട്ട് ഓക്കുപ്പൈ ചെയ്യുവാണ്. ഓക്കെ, അങ്ങനെയുള്ള ഡിഫക്ട്സിനെയാണ് നമ്മൾ ഫ്രങ്കൽ ഡിഫക്റ്റ് എന്ന് പറയുന്നത് കേട്ടോ. ആൻഡ് ആനിയോൺ ഓർ കാറ്റിയോൺ മിസ്സിംഗ് ഫ്രം ഇറ്റ്സ് ഒറിജിനൽ പൊസിഷൻ ആൻഡ് ഇറ്റ് ഓക്കുപ്പൈസ് ദി ഇൻഡസ്ട്രീഷ്യൽ പൊസിഷൻ. ഒറിജിനൽ പൊസിഷനിൽ നിന്ന് മിസ്സാവുകയും ചെയ്തിട്ടുണ്ട്, എന്നാൽ അയാൾ എങ്ങും പോയിട്ടില്ല, ഇൻഡസ്ട്രീഷ്യൽ പൊസിഷനിൽ കയറി ഇരിപ്പുണ്ട്. അങ്ങനെയുള്ള ഡിഫക്റ്റ്. മറ്റേടത്ത് എന്തായിരുന്നു? കാറ്റിയോണും ആനിയോണും മിസ്സായി, അവർ ഇൻഡസ്ട്രീഷ്യൽ സൈറ്റിലും ഇല്ല, എങ്ങും ഇല്ല. ഈക്വൽ നമ്പർ ഓഫ് കാറ്റിയോൺസും ആനിയോൺസും അതിൻ്റെ ലാറ്റിസ് പോയിന്റ്സിൽ നിന്ന് മിസ്സായിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ ഷോർട്ട് കീ ഡിഫക്റ്റ് എന്ന് പറയുന്നത്. ഫ്രങ്കൽ ഡിഫക്റ്റിനകത്ത് ഒരു കാറ്റിയോൺ മിസ്സായിട്ട് അവർ ഇൻഡസ്ട്രീഷ്യൽ സൈറ്റിൽ പോയിട്ടാണ് ഓക്കുപ്പൈ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അത്തരത്തിലുള്ള ഡിഫക്റ്റിനെയാണ് നമ്മൾ ഫ്രങ്കൽ ഡിഫക്റ്റ് എന്ന് പറയുന്നത്. ദെൻ നമ്മുടെ ഫ്രങ്കൽ ഡിഫക്റ്റ് നടക്കുന്ന സമയത്ത് ഡെൻസിറ്റിയിൽ വല്ല വ്യത്യാസം വരുമോ? ഷോർട്ട് കീ ഡിഫക്റ്റിൽ നമ്മൾ കണ്ടായിരുന്നു, ഇപ്പം 2 കാറ്റിയോൺസ് മിസ്സായാൽ 2 ആനിയോൺസ് മിസ്സായിട്ടുണ്ട്. അവർ ഓൾറെഡി ആ ലാറ്റിസ് പോയിന്റ്സിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയി, അപ്പോൾ അവരുടെ ഡെൻസിറ്റി കുറഞ്ഞു. പക്ഷേ ഇവിടെയോ? ഇവിടുന്ന് മിസ്സായ ആൾ ഇതാ ഇപ്പുറത്ത് വന്ന് ഇരിപ്പുണ്ട്, അപ്പോൾ അവരുടെ ഡെൻസിറ്റിക്ക് വല്ല വ്യത്യാസം വരുമോ? ഇല്ല. അപ്പോൾ ഫ്രങ്കൽ ഡിഫക്റ്റ് ആണെന്നുണ്ടെങ്കിൽ ദർ ഈസ് നോ ചേഞ്ച് ഇൻ ദി ഡെൻസിറ്റി റിമൈൻസ് അൺചേഞ്ച്ഡ്. ഓക്കെ, ദെൻ നമ്മൾ പറഞ്ഞായിരുന്നു ഷോർട്ട് കീ ഡിഫക്റ്റ് ജനറലി ഹൈ കോർഡിനേഷൻ നമ്പർ, അതായത് കോർഡിനേഷൻ നമ്പർ 6ഉം 8 ഒക്കെ വരുന്ന NaCl CaCl പോലെയുള്ള കോമ്പൗണ്ട്സിലാണ് കാണിക്കുന്നതെന്ന് പറഞ്ഞു അല്ലേ? എന്നാൽ നമ്മുടെ ഫ്രങ്കൽ ഡിഫക്റ്റ് ജനറലി ഒബ്സർവ് ചെയ്യുന്നത് എവിടെയാണ്? ലോവർ കോർഡിനേഷൻ നമ്പർ കാണിക്കുന്ന കോമ്പൗണ്ട്സ്, അതായത് EZNS AgCl പോലെയുള്ള ലോവർ കോർഡിനേഷൻ നമ്പർ കാണിക്കുന്ന കോമ്പൗണ്ട്സിലാണ് നമ്മുടെ ഫ്രങ്കൽ ഡിഫക്റ്റ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഓക്കെ, then അടുത്തത് മെറ്റൽ എക്സസ് ഡിഫക്റ്റ്. മെറ്റൽ എക്സസ് ഡിഫക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? as the name suggests, there is an excess amount of metals and positive ions, that is free electrons present in this defect can generate electricity to a level and this metal excess defect are colored due to the free ions. അപ്പോൾ പേര് സജസ്റ്റ് ചെയ്യുന്നത് പോലെ തന്നെ എന്താണ്? എക്സസ് എമൗണ്ട് ഓഫ് മെറ്റൽസ് ആൻഡ് പോസിറ്റീവ് അയോൺസ്. മെറ്റൽസ് അല്ലെങ്കിൽ പോസിറ്റീവ് അയോൺസിൻ്റെ എമൗണ്ട് എക്സസ് ആണ് എന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള ഡിഫക്റ്റ് ആണ് നമ്മുടെ മെറ്റൽ എക്സസ് ഡിഫക്റ്റ് എന്ന് പറയുന്നത്. ആൻഡ് മെറ്റൽ എക്സസ് ഡിഫക്റ്റ് ഉള്ള കേസസിൽ ജനറലി കോമ്പൗണ്ട്സ് കളേർഡ് ആയിട്ടായിരിക്കും കാണുന്നത്. ഓക്കെ, മെറ്റൽ എക്സസ് ഡിഫക്റ്റ് കാണിക്കുന്ന കോമ്പൗണ്ട്സ് ജനറലി കളേർഡ് ആയിട്ടായിരിക്കും കാണിക്കുന്നത് ഡ്യൂ ടു ദി പ്രസൻസ് ഓഫ് ഫ്രീ ഇലക്ട്രോൺസ്. അവിടെ ഫ്രീ ഇലക്ട്രോൺസിൻ്റെ അവൈലബിലിറ്റി ഉണ്ട്, അതുകൊണ്ട് തന്നെ മെറ്റൽ എക്സസ് ഡിഫക്റ്റ് ഉള്ള കോമ്പൗണ്ട്സ് പൊതുവെ കളേർഡ് ആയിട്ടായിരിക്കും കാണുന്നത്. ഇനി ഈ മെറ്റൽ എക്സസ് ഡിഫക്റ്റ് തന്നെ 2 തരത്തിലുണ്ട്. എന്താണ്? മെറ്റൽ എക്സസ് ഡിഫക്റ്റ് ഡ്യൂ ടു ആനിയോണിക് വേക്കൻസി ഉണ്ട്, മെറ്റൽ എക്സസ് ഡിഫക്റ്റ് ഡ്യൂ ടു എക്സ്ട്രാ കാറ്റിയോൺസും ഉണ്ട്. അതിൽ മെറ്റൽ എക്സസ് ഡിഫക്റ്റ് ഡ്യൂ ടു ആനിയോണിക് വേക്കൻസി എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ മെറ്റൽ എക്സസ് മീൻസ് പോസിറ്റീവ് ചാർജ് എക്സസ് ആവാം. എങ്ങനെ പോസിറ്റീവ് ചാർജ് എക്സസ് ആവാം? ആനിയോൺ വേക്കൻസീസ് ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ അവിടെ പോസിറ്റീവ് ചാർജ് കൂടി നിന്നിട്ട് അവിടെ മെറ്റൽ എക്സസ് ഡിഫക്റ്റ് ക്രിയേറ്റ് ചെയ്യപ്പെടാം. അതാണ് ഒന്നാമത്തെ കണ്ടീഷൻ, മെറ്റൽ എക്സസ് ഡിഫക്റ്റ് ഡ്യൂ ടു ആനിയോണിക് വേക്കൻസി. നോക്കിക്കേ, ദിസ് ഡിഫക്റ്റ് ഒക്കേഴ്സ് ഇൻ ആൽക്കൈൽ ഹാലൈഡ്സ് സച്ച് as NaCl KCl എക്സെട്ര. അപ്പോൾ NaCl KCl പോലെയുള്ള കോമ്പൗണ്ട്സിലാണ് നമ്മൾ ഈ പറഞ്ഞ പോലത്തെ മെറ്റൽ എക്സസ് ഡിഫക്റ്റ് സാധാരണ കണ്ടുവരുന്നത്. In this kind of defect, the negative ion is found to be missing from its lattice site, making a hole which gets occupied by the electron to maintain the electrical neutrality. അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഇവരുടെ കേസിൽ നെഗറ്റീവ് അയോൺ മിസ്സിംഗ് ആയിരിക്കും, അവരുടെ ലാറ്റിസ് സൈറ്റിൽ നിന്ന് നെഗറ്റീവ് അയോൺ മിസ്സിംഗ് ആയിരിക്കും. ഇവിടെ ഇട്ട് പോയി നെഗറ്റീവ് അയോൺ മിസ്സിംഗ് ആകുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ എന്ത് ക്രിയേറ്റ് ചെയ്യപ്പെടും? ഒരു ഹോൾ ക്രിയേറ്റ് ചെയ്യപ്പെടും. അപ്പോൾ ഈ ഹോളിൽ പോയിട്ട് ആര് ഒക്കുപ്പൈ ചെയ്യും? ഇലക്ട്രോൺസ് ഒക്കുപ്പൈ ചെയ്യും. എന്തിനു വേണ്ടിയിട്ടാണ്? ന്യൂട്രാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇലക്ട്രോൺസ് പോയിട്ട് ആ ഹോൾസിൽ ഒക്കുപ്പൈ ചെയ്യും. ഓക്കെ,
The free electrons present in this defect can generate electricity to a level and metal excess defect are colored due to the free electrons. അപ്പോൾ ഈ ഹോൾസിൽ പോയിട്ട് ഓക്കുപ്പൈ ചെയ്യുന്ന ഇലക്ട്രോൺസ് ഫ്രീ ഇലക്ട്രോൺസ് എന്ത് ചെയ്യും? നമ്മുടെ കണ്ടക്ടിവിറ്റി പ്രൊവൈഡ് ചെയ്യും അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി പ്രൊവൈഡ് ചെയ്യും. അതുപോലെ തന്നെ ഈ ഫ്രീ ഇലക്ട്രോൺസ് ആ കോമ്പൗണ്ടിന് കളറും പ്രൊവൈഡ് ചെയ്യും. ഓക്കെ, അപ്പോൾ മെറ്റൽ എക്സസ് ഡിഫക്റ്റിൽ ഈ ഫ്രീ ഇലക്ട്രോൺസിൻ്റെ പ്രസൻസ് യൂഷ്വലി കളർ പ്രൊവൈഡ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ സിങ്ക് സൾഫേറ്റിൻ്റെ കേസിൽ തന്നെ നമുക്ക് ചോദിച്ചാൽ എന്തായിരുന്നു? വൈറ്റ് ഒരു ഇതിൽ കവർ ചെയ്ത് വെച്ചിരുന്നതാണ്, പക്ഷേ അത് യെല്ലോ കളറിൽ കാണപ്പെട്ടു. അതിൻ്റെ റീസൺ ആണ് നമ്മളോട് ചോദിച്ചത്. അപ്പോൾ കളർ കാണിക്കണമെന്നുണ്ടെങ്കിൽ യൂഷ്വലി അത് മെറ്റൽ എക്സസ് ഡിഫക്റ്റിൻ്റെ കണ്ടീഷൻ ആയിരിക്കണം അല്ലേ? അപ്പോൾ ഇനി അടുത്തേയും കൂടെ നോക്കാം. മെറ്റൽ എക്സസ് ഡിഫക്റ്റ് ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് എക്സ്ട്രാ കാറ്റയോൺസ് അറ്റ് ഇന്റർസ്റ്റീഷ്യൽ സൈറ്റ്. അപ്പോൾ ഒന്ന് നമ്മൾ പറഞ്ഞു എന്താണ്? മിസ്സിംഗ് ഓഫ് ആനയോൺസ് ഫലമായിട്ട് എക്സസ് ഡിഫക്റ്റ് ഉണ്ടാവാം. രണ്ടാമത്തത് എന്താണ്? പ്രസൻസ് ഓഫ് എക്സ്ട്രാ കാറ്റയോൺസ് ഇൻ ദി ഇന്റർസ്റ്റീഷ്യൽ സൈറ്റ്. ഇന്റർസ്റ്റീഷ്യൽ സൈറ്റിൽ എക്സ്ട്രാ കാറ്റയോൺസ് പ്രസന്റ് ആയത് ഫലമായിട്ടും മെറ്റൽ എക്സസ് ഡിഫക്റ്റ് ഉണ്ടാവാം. ഓക്കെ, അപ്പോൾ ഇൻ ദിസ് ഡിഫക്റ്റ് എക്സ്ട്രാ കാറ്റയോൺസ് ആർ റിലീസ്ഡ് ഓൺ ദ ഹീറ്റിംഗ് ഓഫ് കോമ്പൗണ്ട്സ്. കോമ്പൗണ്ട്സിനെ നമ്മൾ ഹീറ്റ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നു? എക്സ്ട്രാ കാറ്റയോൺസ് റിലീസ് ചെയ്യുന്നു. അതിന്റെ ഫലമായിട്ട് മെറ്റൽ എക്സസ് ഡിഫക്റ്റ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു. ഓക്കെ, എക്സാമ്പിൾ നോക്കുക. സിങ്ക് ഓക്സൈഡിനെ നമ്മൾ ഹീറ്റ് ചെയ്യുന്ന സമയത്ത് സിങ്ക് അയോൺസ് അതിൻ്റെ ഇൻഡസ്ട്രീഷ്യൽ സൈറ്റിലോട്ട് മൂവ് ചെയ്യുകയും ആൻഡ് ഇലക്ട്രോൺസ് ആർ എൻട്രാപ്ഡ് ഇൻ ദ നിയർ ബൈ ഇൻഡസ്ട്രീഷ്യൽ സൈറ്റ് ടു ബാലൻസ് ദി ചാർജ്. അവരുടെ ചാർജസിനെ ബാലൻസ് ചെയ്യാനായിട്ട് നിയർ ബൈ ഇൻഡസ്ട്രീഷ്യൽ സൈറ്റ്സിൽ ആര് വന്നിട്ട് എൻട്രാപ്പ് ചെയ്യപ്പെടുന്നു? ഇലക്ട്രോൺസിനെ എൻട്രാപ്പ് ചെയ്യപ്പെടുന്നു. ഓക്കെ, സോ ദ നമ്പർ ഓഫ് മെറ്റൽ അയോൺസ് ആർ മോർ ഇൻ ദി ക്രിസ്റ്റൽ ലാറ്റിസ്. സോ ദിസ് ഡിഫക്റ്റ് ഈസ് കോൾഡ് മെറ്റൽ എക്സസ് ഡിഫക്റ്റ്. സോ അവിടെ പോസിറ്റീവ്ലി ചാർജ്ഡ് അയോൺസ് കൂടുതലായതുകൊണ്ടാണ്, അല്ലെങ്കിൽ മെറ്റൽസിൻ്റെ എണ്ണം കൂടുതലായതുകൊണ്ടാണ് ഇതിനെ മെറ്റൽ എക്സസ് ഡിഫക്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അപ്പോൾ ഇവിടെ നോക്കിക്കേ, സിങ്ക് ഓക്സൈഡിനെ നമ്മൾ ഹീറ്റ് ചെയ്യുന്ന സമയത്ത് സിങ്ക് അയോൺസ് മൂവ് ടു ദ ഇന്റർസ്റ്റീഷ്യൽ സൈറ്റ് ആൻഡ് ഇലക്ട്രോൺസ് ആർ ഓൾസോ എൻട്രാപ്ഡ് ഇൻ ദ നിയർ ബൈ ഇന്റർസ്റ്റീഷ്യൽ സൈറ്റ്. ഈ സിങ്ക് അയോൺസ് ഇൻഡസ്ട്രീഷ്യൽ സൈഡിലോട്ട് മൂവ് ചെയ്യുകയും അവിടെ പോയി എൻട്രാപ്പ് ചെയ്യപ്പെടുകയും ചെയ്തു. അങ്ങനെ നമ്മൾ പറഞ്ഞു ഫ്രീ ഇലക്ട്രോൺസിൻ്റെ അല്ലെങ്കിൽ ഫ്രീ അയോൺസിൻ്റെ പ്രസൻസ് കാരണമാണ് ജനറലി കളർ ഇമ്പാർട്ട് ചെയ്യുന്നതെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞായിരുന്നു അല്ലേ? നോക്കിക്കേ, മെറ്റൽ എക്സസ് ഡിഫക്റ്റ് ആർ കളേർഡ് ഡ്യൂ ടു ദി പ്രസൻസ് ഓഫ് ഫ്രീ ഇലക്ട്രോൺസ്. ഇനി മെറ്റൽ ഡെഫിഷ്യൻസി ഡിഫക്റ്റ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ഇതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിരിക്കും. വെൻ ദ വേക്കൻറ്റ് ലാറ്റിസ് സൈറ്റ് ഈസ് ജനറേറ്റഡ് ബൈ ദ മിസ്സിംഗ് ഓഫ് കാറ്റയോൺസ് ഓർ ആനിയോൺസ് അറ്റ് ഇൻഡസ്ട്രീഷ്യൽ സൈറ്റ്. അപ്പോൾ കാറ്റയോൺസിൻ്റെ ഓർ ആനിയോൺസിൻ്റെ മിസ്സിംഗ് കാരണം ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന അല്ലെങ്കിൽ പോസിറ്റീവ് ചാർജിൻ്റെ ഡിക്രീസ് കാരണം അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന ഡിഫക്റ്റ് ആണ് മെറ്റൽ ഡെഫിഷ്യൻസി ഡിഫക്റ്റ്. ഓക്കെ, അപ്പോൾ വേരിയബിൾ വാലൻസീസ് സച്ച് എസ് ട്രാൻസിഷൻ മെറ്റൽ കോംപ്ലക്സസ് ലൈക്ക് നിക്കൽ ഓക്സൈഡ്, FeS, FeO എക്സെട്ര ജനറലി ഷോൺ മെറ്റൽ ഡെഫിഷ്യൻസി ഡിഫക്റ്റ്. നമ്മുടെ ട്രാൻസിഷൻ മെറ്റൽ കോംപ്ലക്സസ് ആണ് കൂടുതലും ഈ പറയുന്ന പോലെ നിക്കൽ ഓക്സൈഡ്, ഫെറസ് സൾഫൈഡ്, ഫെറസ് ഓക്സൈഡ് പോലെയുള്ള ട്രാൻസിഷൻ മെറ്റൽ കോമ്പൗണ്ട്സ് ആണ് കൂടുതലും മെറ്റൽ ഡെഫിഷ്യൻസി ഡിഫക്റ്റ് കാണിക്കുന്നത്. നമുക്ക് ഇപ്പോൾ ഈ പറഞ്ഞ നമ്മുടെ ക്വസ്റ്റ്യനകത്ത് എന്തായിരുന്നു പറഞ്ഞിരുന്നത്? നമ്മുടെ സിങ്ക് ഓക്സൈഡ് ക്രിസ്റ്റൽസിനെ നമ്മളൊരു ഓപ്പൺ വെസലിൽ കുറച്ച് നേരം ഒന്ന് ഹീറ്റ് ചെയ്യാൻ വെച്ചപ്പോഴത്തേന് അത് യെല്ലോ കളറിലോട്ട് കൺവേർട്ട് ചെയ്തു. ഓക്കെ, അപ്പോൾ ജനറലി കളർ ഇമ്പാർട്ട് ചെയ്യുന്നത് നമ്മൾ ഏത് ഡിഫക്റ്റുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടാണ് പഠിച്ചത്? മെറ്റൽ എക്സസ് ഡിഫക്റ്റുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടാണ് അല്ലേ? ഡ്യൂ ടു ദി പ്രസൻസ് ഓഫ് ഫ്രീ ഇലക്ട്രോൺസ്. ഫ്രീ ഇലക്ട്രോൺസിൻ്റെ പ്രസൻസ് കാരണം എന്ത് ചെയ്യുന്നു? കളേർഡ് ആയിട്ടുള്ള കോമ്പൗണ്ട്സ് ഫോം ചെയ്യുന്നു. അത് മെറ്റൽ എക്സസ് ഡിഫക്റ്റിലാണ് ആ എഫ് സെൻറ്റേഴ്സ് അല്ലെങ്കിൽ കളർ സെൻറ്റേഴ്സിൻ്റെ ഫോർമേഷൻ നടക്കുന്നത്. സോ ഇവിടെ നമ്മളിവിടെ മെറ്റൽ എക്സസ് ഡിഫക്റ്റ് ഡ്യൂ ടു ദി പ്രസൻസ് ഓഫ് എക്സ്ട്രാ കാറ്റയോൺസ് അറ്റ് ഇൻഡസ്ട്രീഷ്യൽ സൈറ്റിനകത്ത് എക്സാമ്പിളായിട്ട് പറഞ്ഞതും സിങ്ക് ഓക്സൈഡിൻ്റെ കേസാണ് അല്ലേ? അപ്പം ഇവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി മെറ്റൽ എക്സസ് ഡിഫക്റ്റ് ആണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഷോർട്ട് കീ ഡിഫക്റ്റും ഫ്രങ്കൽ ഡിഫക്റ്റും കൃത്യമായിട്ട് നിങ്ങൾ പഠിച്ചു വെച്ചേക്കണം. 4 സ്റ്റേറ്റ്മെന്റ് തന്നിട്ട് വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് എ റോങ് സ്റ്റേറ്റ്മെന്റ് റിലേറ്റഡ് ടു ഷോർട്ട് കീ ഡിഫക്റ്റ്, അല്ലെ വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് റിലേറ്റഡ് ടു ഫ്രങ്കൽ ഡിഫക്റ്റ്. ആ രീതിയിൽ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. അപ്പോൾ ഷോർട്ട് കീ ഡിഫക്റ്റും ഫ്രങ്കൽ ഡിഫക്റ്റും കമ്പയർ ചെയ്ത് തന്നെ പഠിക്കാനായിട്ട് ശ്രമിക്കുക. ദെൻ എഫ് സെൻറ്റേഴ്സ് അല്ലെങ്കിൽ കളർ സെൻറ്റേഴ്സ് ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ ഓർത്ത് വെച്ചേക്കുക. മെറ്റൽ എക്സസ് ഡിഫക്റ്റിലാണ് നമുക്ക് ജനറലി കോമ്പൗണ്ട്സ് കളർ തരുന്നത്, അല്ലെങ്കിൽ കളർ സെൻറ്റേഴ്സ് അല്ലെങ്കിൽ എഫ് സെൻറ്റേഴ്സിൻ്റെ കാര്യമൊക്കെ കൂടുതലും പറയുന്നത് ഈ മെറ്റൽ എക്സസ് ഡിഫക്റ്റിലാണ് കേട്ടോ. അപ്പോൾ സിങ്ക് ഓക്സൈഡിൻ്റെ കേസ് ഓർത്ത് വെച്ചേക്കുക. മെറ്റൽ എക്സസ് ഡിഫക്റ്റിലാണ് സിങ്ക് ഓക്സൈഡിൻ്റെ കണ്ടീഷൻ വരുന്നത്, ആ യെല്ലോ കളർ തരുന്ന കണ്ടീഷൻ വരുന്നത് കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊന്ന് ഓർത്ത് വെച്ചേക്കുക. ഡിഫക്ട്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ക്വസ്റ്റ്യൻസ് സാധാരണ വരുന്നതാണ് കേട്ടോ. അപ്പോൾ നോട്ട് ചെയ്ത് വെച്ചേക്കുക. ഇനി ബാക്കി ചോദ്യങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക്